പോകണ്ട. സ്വഹാബതങ്ങൾ ആരായിരുന്നതൊക്കെ ഞാൻ സമയമില്ലാത്തത് നിർത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ പോകണ്ട. ആക്ടിവിറ്റി മോശമായി പോയി അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കേരളം കണ്ട വലിയ വലിയ മഹത്തുക്കളൊക്കെ ഈ പക്ഷത്ത് നിന്നവരാണ്. ഈ എടുത്ത് മരണപ്പെട്ടു പോയ മഹാനായ തിരുപ്പനത്തി ഉസ്താദ് കേട്ടില്ലേ നിങ്ങൾ? കഴിഞ്ഞ ജാമിയ സമ്മേളനത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ എന്തേ പ്രസംഗിച്ചത്? ഹൈദരലി ശിഹാബ് തങ്ങൾ എന്താ പ്രസംഗിച്ചത്? ഹൈദരലി തങ്ങൾ പറഞ്ഞു, തിരുപ്പനത്തി ഉസ്താദ് ആകെ പങ്കെടുക്കുന്ന ഒരു പരിപാടി ജാമിയ നൂരിയുടെ സമ്മേളനം. ആര്? തിരുപ്പനത്തി ഉസ്താദ്. എല്ലാവരും കഴിഞ്ഞുപോയ മഹത്തുക്കളൊക്കെ ഈ പക്ഷത്ത് നിന്നവരാണ്. എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ അംഗീകരിക്കും. കേരള മുസ്ലിമീങ്ങളും ഈ പക്ഷത്തല്ലേ നിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഇവർക്ക് സ്വന്തം മഹല്ല് പോലും ഇല്ലാത്ത ആളുകളല്ലേ? സാക്ഷാൽ കാന്തപുരത്തിന്റെ മഹല്ലാരതാ. കാന്തപുരത്തിന്റെ സ്വന്തം മഹല്ല് അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ല. സ്വന്തം നാട്ടിൽ പോലും സ്വാധീനമില്ലാത്ത പേരോട് ഇഖ്തിറാമ സഖാഫിയുടെ മഹല്ലേതാ? അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹല്ല. ചിത്താരി ഹംസ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മഹല്ലേതാ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹല്ല. എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മഹല്ലേതാ? സമസ്തന്റെ മഹല്ല. അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മഹല്ലേതാ? സമസ്തന്റെ മഹല്ല. ഇങ്ങനെ എണ്ണിയൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും അവരുടെ കൂട്ടത്തിലെ എല്ലാവരുടെയും നേതാക്കന്മാരൊക്കെ ഏത് മഹല്ലില? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കാരണം എന്താ? സ്വന്തം നാട്ടിൽ പോലും നിലയില്ല. ഇങ്ങനെ നമ്മൾ ഇതിൽ പെട്ടുപോകേണ്ട മുസ്ലിമേ, പെട്ടുപോകണ്ട. ദുന്യാവിന്റെ പടപളപ്പ് കണ്ട്, അറബിപ്പടത്തിന്റെ പടപളപ്പ് കണ്ട് ഒരിക്കലും പെട്ടുപോകണ്ട. പരലോക ലക്ഷ്യത്തോടുകൂടെ ഈ സത്യസാക്ഷികളൊപ്പം നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും എണീറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് പിരിയാം. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. നമ്മോട് അനുവദിക്കപ്പെട്ട സമയമായതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ആളുകൾ നമ്മുടെ ഈ സംരംഭത്തോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحم رحيമായ الملك الملوك ആയ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദിന് സ്വലാത്ത് ചൊല്ലാൻ, സലാം ചൊല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആ പുണ്യനബിയെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ആ പുണ്യനബി അനാദരിക്കുന്ന, ധിക്കരിക്കുന്ന ആളുകൾ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ആ പുണ്യനബിയെപ്പോലും ചൂഷണം ചെയ്യുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ആ മുത്തുനബിയോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ ഈ സാധുക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവരെ, ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ അറിയാതെ പല തെറ്റുകളും വന്നുപോയിട്ടുണ്ടല്ലാ. നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. ഖുശൂഅ് നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ തെറ്റുകാരാക്കി മരിപ്പിക്കല്ലല്ലാ. തൗബ ചെയ്ത് പൂർണ്ണ മുഖ്ലിസായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലോ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട് റബ്ബേ, സഹകരിച്ചിട്ടുണ്ടല്ലാ. അവരുടെയും ഞങ്ങളുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. റബ്ബേ, മാരകമായ രോഗം തന്ന് ഞങ്ങളെയും അവരെയും പരീക്ഷിക്കല്ല അല്ലാഹ്. കുടുംബത്തിൽ റബ്ബേ പരീക്ഷണം നൽകല്ല അല്ലാഹ്. പരീക്ഷണം നൽകല്ല അല്ലാഹ്. റബ്ബേ, സാഹിര്യങ്ങളെ സിഹിറിനെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. റബ്ബേ, ശത്രുക്കൾ ഞങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോ അവർ സ്വീകരിക്കുന്ന രീതികളാണ് സിഹിർ അല്ലാഹ്. ഞങ്ങളെ രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ രക്ഷിക്കണേ അല്ലാഹ്. കുടുംബത്തെ രക്ഷിക്കണേ അല്ലാഹ്. നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈയൊഴിഞ്ഞാൽ നീ ഞങ്ങളെ ഒഴിവാക്കല്ല അല്ലാഹ്.
റബ്ബേ നിന്റെ ഹബീബിനെ തരം താഴ്ത്തുമ്പോ അത് പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പറയുകയാണല്ലാ. ഇത് പറയാനുള്ള ആരോഗ്യം നൽകണേ അല്ലാ. സത്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവരെ ഞങ്ങൾ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പരലോകം ധന്യമാക്കണേ അല്ലാ.